മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തൻ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് സ്വീകരണം നൽകി. പെരിഞ്ഞനത്ത് നടത്തിയ സ്വീകരണ യോഗം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും മുൻ എംപിയുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് കരുത്ത് പകർന്ന് അവിടെ മുൻനിരയിൽ ഉണ്ടാകേണ്ട സംഘടനാ പ്രവർത്തകർ മഹിളാ കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP ഈ വഴിയിലൂടെ കടന്നു വരുന്നത്. ഞാനും നിങ്ങളും ഓർക്കണം, പാലക്കാട് അട്ടപ്പാടിയിൽ 3.5 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച കുന്നു കയറി അട്ടപ്പാടിയിൽ പോകണോ എന്ന് ചോദിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ മറുപടി, ഞങ്ങൾ ആ കുന്നു കയറി ചുരം കയറി അവിടെ ചെല്ലുമ്പോൾ അട്ടപ്പാടിയിൽ ഞങ്ങളെ കാത്തൊരു മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തക കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അവരെ കണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറഞ്ഞിട്ട് അടുത്ത മണ്ഡലത്തിലേക്ക് യാത്ര പോകൂ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ജെബി മേത്തർ MP. ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ജാഥയോടൊപ്പം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജയലക്ഷ്മി ദത്തൻ, സുബൈദ മുഹമ്മദ്, സെക്രട്ടറിമാരായ പുണ്യകുമാരി, രാജലക്ഷ്മി കുറുമാത്ത്, ട്രഷറർ പ്രേമ അനിൽകുമാർ, സുധാകരൻ മണപ്പാട്ട്, CC ബാബുരാജ്, CP അനിൽ, KM ബാബു, CK മജീദ്, പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, VC രാധാകൃഷ്ണൻ, VM ദിനേശ്, ലിജേഷ് പള്ളായി, റീജ ദേവദാസ്, ശ്രീദേവി സുധാകരൻ, സഫിയ BV, KV ചന്ദ്രൻ, സുവർണൻ കൊല്ലാറ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലത്ത് നടത്തിയ സ്വീകരണ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ് അധ്യക്ഷത വഹിച്ചു. ശോഭന പുഷ്പൻ, പ്രവിത ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തൻ മറുപടി പ്രസംഗം നടത്തി. ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന അവരെയൊക്കെ ഓർത്തുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ അശ്രുബിന്ദുക്കൾ അർപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. മഹിളാ സാഹസ് കേരള യാത്രയിൽ നമ്മൾ കേരളത്തിലുടനീളം ഉന്നയിക്കുന്ന മുദ്രാവാക്യം ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ 1474 മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി 162 ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത്. കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ്, LDF സർക്കാരിനെതിരെയാണ്. നമ്മുടെ കേരളത്തിലെ അമ്മമാർക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. ഒന്നുകിൽ മക്കൾ റാഗിങ്ങിന് ഇരയാകുന്ന, അത് സിദ്ധാർത്ഥന്റെ അവസ്ഥയാണെങ്കിലും കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ അവസ്ഥയാണെങ്കിലും മയക്കുമരുന്നിന്റെ കേന്ദ്രമായി കേരളം മാറുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകരെ, എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് 4ാം വാർഷികം എന്ന് കൊട്ടിഘോഷിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.